നമസ്കാരം. ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടിയായ ഡിവിഷൻ ബൈ ടി എന്ന പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാമെങ്കിൽ അതേ ഫംഗ്ഷനെ ടി കൊണ്ട് ഹരിക്കുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരുന്നത് എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഡിവിഷൻ ബൈ ടി എന്നതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസ് എന്നാണെങ്കിൽ ഇതേ ഫംഗ്ഷനെ ടി കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എൽ ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി എന്നതിനെ ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് എസ് ഡി എസ് എന്നെഴുതാം. ഇതാണ് ഡിവിഷൻ ബൈ ടി എന്ന പ്രോപ്പർട്ടി. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് എസ് ഡി എസ് എന്നെഴുതാം. അതായത് എഫ് ഓഫ് ടിയെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം അതായത് ഫൈ ഓഫ് എസിനെ എസ് ടു ഇൻഫിനിറ്റി എന്ന ലിമിറ്റ്സ് കൊടുത്തുകൊണ്ട് ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് ഡിവിഷൻ ബൈ ടി എന്ന പ്രോപ്പർട്ടി. ഇത് പ്രൂവ് ചെയ്യുന്നതിനായി ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ ആദ്യമായി കൺസിഡർ ചെയ്യാം. ഫൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻ ടു എഫ് ഓഫ് ടി ഡി ടി. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എസ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എസ്. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് നൽകുന്നത് എസ് ടു ഇൻഫിനിറ്റി. എസ് ടു ഇൻഫിനിറ്റി എന്ന ലിമിറ്റ്സ് നൽകിക്കൊണ്ട് രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് എസ് ഡി എസ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി of integral 0 to infinity e raised to minus st into f of t dt. Integration with respect to s അതുകൊണ്ട് ds എന്ന് എഴുതാം. This is equal to ഇതിനെ നമുക്ക് എഴുതാം. ഇതിൽ ടിയും എസും രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയത് കാരണം നമുക്ക് ഇതിനെ ഒരു ഡബിൾ ഇൻ്റഗ്രലായിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ആൻഡ് ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി എസ് എന്നും ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്നും എഴുതാം. ഇവിടെ നമ്മൾ എസ് ടു ഇൻഫിനിറ്റി എന്ന ആദ്യത്തെ ഇൻ്റഗ്രലിനെ രണ്ടാമതായിട്ടും 0 to ഇൻഫിനിറ്റി എന്നതിനെ ഫസ്റ്റ് ഇൻ്റഗ്രലായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നു. അതോടൊപ്പം ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി എസ് ആദ്യത്തെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യുന്നു. ശേഷം ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുന്നു. എസ് ആൻഡ് ഇതിൽ എസും ടിയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയത് കാരണം നമുക്ക് ഓർഡർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇതിൽ നിന്നും ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് ടി എന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി എസ് എന്നതിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് ടി എന്ന് എഴുതാം. ബിറ്റ്വീൻ ദി ലിമിറ്റ്സ് എസ് ആൻഡ് ഇൻഫിനിറ്റി
f of t dt. That is equal to integral from 0 to infinity e raised to minus st divided by minus t as t tends to infinity. ഫസ്റ്റ് ഇൻഫിനിറ്റി എന്ന അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0 എന്ന് വരുന്നു. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി, സോറി എസ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് നമ്മൾ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് എസ്സിൽ അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ടെൻസ് ടു 0. അതുകൊണ്ട് നമുക്ക് എഴുതാം ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി 0 മൈനസ് എസ്സിൽ എസ് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് ടി എന്ന് തന്നെ വരുന്നു എഫ് ഓഫ് ടി ഡി ടി. ഇതിൽ നിന്നും ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി e raised to minus st divided by t f of t dt എന്ന് എഴുതാം. മൈനസ് ഓഫ് മൈനസ് എന്നത് പ്ലസ് എന്ന് വരുന്നു. അതുകൊണ്ട് ഈ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് എസ് ഡി എസ് എന്നതിനെ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി e raised to minus st into f of t divided by t എന്ന രൂപത്തിൽ എഴുതാം. f of t divided by t dt. അപ്പോൾ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം ദിസ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t divided by t. കാരണം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്നതിനെ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ഈ ഇൻ്റഗ്രലുമായി കമ്പയർ ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി എന്നതിന് പകരം എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി എന്ന് വരുന്നു. അതായത് ഈ ഇൻ്റഗ്രലിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് ഒരു ഫംഗ്ഷനെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നതിനെ ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് എസ് ഡി എസ് എന്ന് എഴുതാം. അതായത് ഫൈ ഓഫ് എസ് എന്ന ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എസ് ടു ഇൻഫിനിറ്റി എന്ന ലിമിറ്റ്സ് കൊടുത്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് ഡിവിഷൻ ബൈ ടി എന്ന പ്രോപ്പർട്ടി. ഇതിൻ്റെ ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം. Laplace transform of cos at minus cos bt all divided by t എന്നത് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താം. അതിനുവേണ്ടി എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് എ ടി മൈനസ് കോസ് ബി ടി എന്ന് കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഫൈ ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഫ്രം ദറ്റ് ഈസ് ഫൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി മൈനസ് കോസ് ബി ടി. അതിനെ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതേ ഫംഗ്ഷനെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
ഈ ഫൈ ഓഫ് എസിനെ എസ് ടു ഇൻഫിനിറ്റി എന്ന ലിമിറ്റ്സ് നൽകിക്കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതാണ് ഡിവിഷൻ ബൈ ടി എന്ന പ്രോപ്പർട്ടി. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി മൈനസ് കോസ് ബി ടി ഡിവൈഡഡ് ബൈ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എസ് ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് എസ് ഡി എസ്, അതായത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡി എസ് എന്ന് എഴുതാം. which is equal to 1/2 into integral from s to infinity 2s divided by s square plus a square minus 2s divided by a square plus b square ds എന്ന് എഴുതാം. വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് ന്യൂമറേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എസ് എന്നതിനെ ലോഗരിതം ഓഫ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതും. കാരണം ഇൻ്റഗ്രൽ 2s ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മൈനസ് അതുപോലെ 2s ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 2s ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡി എസ് എന്നതിന് ലോഗരിതം ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ബിറ്റ്വീൻ ദി ലിമിറ്റ്സ് എസ് ആൻഡ് ഇൻഫിനിറ്റി, ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എസ് ആൻഡ് ഇൻഫിനിറ്റി എന്ന് നൽകുന്നു. ഇതിൽ നിന്നും എഴുതാം 1/2 ഇൻറ്റു നമുക്കറിയാം ലോഗ് എ മൈനസ് ലോഗ് ബി എന്നതിന് ലോഗരിതം ഓഫ് എ ബൈ ബി എന്ന രൂപത്തിൽ എഴുതാം. അതുപോലെ ഇതിൽ നിന്നും എഴുതാം ലോഗരിതം ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എസ് ആൻഡ് ഇൻഫിനിറ്റി എന്ന് നൽകുന്നു. ദിസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗരിതം ഓഫ് ലിമിറ്റ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എസ് സ്ക്വയർ ഔട്ട് സൈഡ് എഴുതുമ്പോൾ എസ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ അതുപോലെ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് എഴുതാം. ലോഗരിതം ഓഫ് this between the limits s and infinity. This is equal to ഇതിൽ നിന്ന് നമുക്ക് എഴുതാം 1/2 ഇൻറ്റു ലോഗരിതം ഓഫ് എസ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ഇൻഫിനിറ്റി എന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ബൈ ഇൻഫിനിറ്റി എന്ന് വരുന്നു. ദാറ്റ് ഈസ് ടെൻസ് ടു 0. അപ്പോൾ ലോഗരിതം ഓഫ് 1/1 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ലോഗ് 1 മൈനസ് ലോഗരിതം ഓഫ് 1 പ്ലസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നതിന് വരുന്നു. which is equal to 1/2 ഇൻറ്റു ലോഗരിതം ഓഫ് 1. ലോഗ് 1 എന്ന് പറയുമ്പോൾ
0 ലോഗ് 1 എന്നത് 0 എന്ന് വരുന്നു മൈനസ് ലോഗ് 1 പ്ലസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. അല്ലെങ്കിൽ ഇതിനെ ലോഗരിതം ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് എഴുതാം. ലോഗരിതം ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗരിതം ഓഫ് 1 ഡിവൈഡഡ് ബൈ ഇതിൽ നിന്നും എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് വരുന്നു. അതായത് ലോഗരിതം ഓഫ് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാവും. ഇതിനെ ലോഗരിതം ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതും. 1/2 ഇൻറ്റു ലോഗരിതം ഓഫ് ദിസ്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി മൈനസ് കോസ് ബി ടി ഓൾ ഡിവൈഡഡ് ബൈ ടി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗരിതം ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടുന്നു. അതിൽ നിന്നും നമുക്ക് എഴുതാം ലോഗരിതം ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു 1/2 എന്ന് എഴുതാം. കാരണം എ ലോഗ് ബി എന്നതിനെ ലോഗരിതം ഓഫ് ബി റേസ് ടു എ എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതുപോലെ 1/2 ഇൻറ്റു ലോഗ് ഓഫ് ദിസ് എന്നതിനെ ലോഗരിതം ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 1/2 എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് ലോഗരിതം ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി മൈനസ് കോസ് ബി ടി ഓൾ ഡിവൈഡഡ് ബൈ ടി എന്നതിന് ലോഗരിതം ഓഫ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അടുത്തതായി ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ചില ഇൻ്റഗ്രൽസിനെ എങ്ങനെ വാലുവേറ്റ് ചെയ്യാം എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഒരു ഉദാഹരണം എടുക്കുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to infinity t square into e raised to minus t sin t dt എന്ന ഇൻ്റഗ്രലിനെ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിരിക്കുമെന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താം. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നതാണ്. ഈ ഡെഫിനിഷനുമായി നമുക്ക് തന്നിട്ടുള്ള ഇൻ്റഗ്രലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് എഴുതാം ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു ടി ടി സ്ക്വയർ സൈൻ ടി ഡി ടി എന്ന് എഴുതും. ടി സ്ക്വയർ സൈൻ ടി എന്ന ഫംഗ്ഷൻ ഒരുമിച്ച് കൺസിഡർ ചെയ്യുന്നു. എസ് ഇസ് ഈക്വൽ ടു -1 എന്നും നൽകിയാൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇൻ്റഗ്രലിനെ നമുക്ക് എഴുതാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്
എഫ് ഓഫ് ടി എന്ന സ്ഥാനത്ത് ടി സ്ക്വയർ സൈൻ ടി എന്ന് വരുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ ടി where s is equal to -1. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ ടി എന്നെഴുതാം. ടി സ്ക്വയർ സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റേസ് ടു എൻ എന്ന ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്താം. അതിനായി ആദ്യമായി സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുന്നു. Laplace transform of sin t is equal to 1 divided by a square plus 1. കാരണം Laplace transform of sin a t എന്നതിനെ a divided by a square plus a square എന്ന് എഴുതാം. ഇതിൽ a equal to 1 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുന്നു. മൾട്ടിപ്ലിക്കേഷൻ ബൈ t എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ Laplace transform of t sin t എന്നതിനെ -1 into d by ds of 1 by a square plus 1 എന്ന് എഴുതാം. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി. സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഒരു പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതോടൊപ്പം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്ന പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 into d by ds of 1 divided by a square plus 1. That's equal to -1 into ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ a square plus 1 the whole square എന്ന് വരുന്നു ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ a square plus 1 into derivative of 1 is 0 minus 1 into derivative of a square plus 1, that is 2s. -1 into 0 minus 2s divided by a square plus 1 whole square എന്ന് ലഭിക്കുന്നു. അതായത് 2s divided by a square plus 1 the whole square എന്ന് ലഭിക്കുന്നു. 2s divided by a square plus 1 the whole square. L of t into sin t equal to 2s divided by a square plus 1 the whole square എന്ന് ലഭിക്കുന്നു. വീണ്ടും ഇതിനെ ടി സൈൻ ടി എന്നതിനെ ടി കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എസ്, അതോടൊപ്പം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ പ്രോപ്പർട്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എൽ ഓഫ് ടി സ്ക്വയർ ഇൻറ്റു സൈൻ ടി എന്നതിനെ എൽ ഓഫ് ടി ഇൻറ്റു ടി സൈൻ ടി എന്നെഴുതാം. ദാറ്റ് ഈസ് equal to -1 into d by ds of Laplace transform of t sin t. അതായത് -1 into d by ds of Laplace transform of t sin t is 2s divided by a square plus 1 the whole square, which is equal to -1 into 2 outside ഡെറിവേറ്റീവിൻ്റെ ഔട്ട്സൈഡ് 2 എഴുതുകയാണെങ്കിൽ -2 എന്ന് വരുന്നു. ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ റേസ് ടു 4 ഇൻറ്റു ന്യൂമറേറ്ററിൽ എ സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് ഈസ് 1 മൈനസ് എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് a square plus 1 the whole square is 2 into a square plus 1 into 2s എന്ന് വരുന്നു. This equal to -2 into a square plus 1 എന്നത് ഔട്ട്സൈഡ് എഴുതുകയാണെങ്കിൽ a square plus 1 into ഇവിടെ നമുക്ക് a square plus 1 എന്ന് എഴുതാം മൈനസ് 4s into s, that is 4s square divided by a square plus 1 raised to 4. ഇതിൽ നിന്നും a square plus 1 divided by a square plus 1 raised to 4 എന്നതിനെ
ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 4 എസ് സ്ക്വയർ എന്നതിനെ 1 മൈനസ് 3 എസ് സ്ക്വയർ എന്ന് എഴുതാം. എസ് സ്ക്വയർ മൈനസ് 4 എസ് സ്ക്വയർ ഇസ് മൈനസ് 3 എസ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ 1 മൈനസ് 3 എസ് സ്ക്വയർ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 3. എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4 എന്നതിനെ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 3 എന്ന് എഴുതാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ ടി എന്നത് 2 ഇൻറ്റു 3 എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് ലഭിക്കുന്നു. ഇതിൽ എസ് ഇസ് ഈക്വൽ ടു -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം 2 ഇൻറ്റു 3 ഇൻറ്റു -1 സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ -1 സ്ക്വയർ പ്ലസ് 1 the whole square, which is equal to 2 into -1 square is 1, 3 into 1 is 3, 3 minus 1 is 2, 2 into 2 divided by -1 square is 1, 1 plus 1 is 2, 2 square, that is 4, which is equal to 1. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ ഫോർമാറ്റിൽ വരുന്ന 0 to ഇൻഫിനിറ്റി എന്ന ലിമിറ്റ്സ് ആയിരിക്കണം. അതുപോലെ e⁻ st × f dt എന്ന ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഇൻ്റഗ്രൽസിനെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഇനി കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് നൽകുന്നു, അവ കണ്ടെത്തുവാൻ ശ്രമിക്കുക. ആദ്യമായി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t ഡിവൈഡഡ് ബൈ t എന്നത് കണ്ടെത്തുക. രണ്ടാമത്തെ ചോദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് കോസ് t ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ എന്നത് കണ്ടെത്തുക. അതുപോലെ ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ടി സ്ക്വയർ ഇൻറ്റു e⁻ t കോസ് ടി dt എന്ന ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതോടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു.